കിഡ്സേരിയ ഓൺലൈൻ ഇപ്പോൾ നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് പറയാം. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. LKG UKG കുട്ടികൾക്ക്, സ്കൂളിൽ പോകാത്ത കുട്ടികൾക്ക് റെഗുലർ ക്ലാസ്സസും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ട്യൂഷനും നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് ആൻഡ് മലയാളം എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഇംഗ്ലീഷ് ആൻഡ് മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സസ്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിക്കാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. മറ്റുള്ള ക്ലാസ്സുകളെല്ലാം വെക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക. വിളയിക്കാം നൂറുമേനി. ഒന്നാമത്തെ യൂണിറ്റ് വിളയിക്കാം നൂറുമേനി. ആ വലിയ മാവിനെ പോലെ എന്നാണ് എന്റെ മാവിലും ധാരാളം മാങ്ങകൾ ഉണ്ടാകുന്നത്? കാത്തിരിക്കൂ, 8-10 വർഷങ്ങൾ കഴിഞ്ഞാൽ നിന്റെ മാവും എന്നെ പോലെ ധാരാളം മാങ്ങകൾ തരും. ഇവിടെ നോക്കി, ഈ പെൺകുട്ടി ചോദിക്കുകയാണ്, ഈ മാവിനെ പോലെ എന്നാണ് എന്റെ മാവിൽ മാങ്ങകൾ ഉണ്ടാവുക? വലിയ മാവ് പറയാണ്, കാത്തിരിക്കാൻ പറയുകയാണ്. ധാരാളം മാങ്ങകൾ കിട്ടും, 8-10 വർഷം കഴിയണം, അപ്പോൾ എന്നെ പോലെ ധാരാളം മാങ്ങകൾ തരും എന്ന് പറയാണ്. അപ്പൊ നമ്മുടെ വീടിന് ചുറ്റും ഒത്തിരി വൃക്ഷങ്ങളുണ്ട്. ആ വൃക്ഷങ്ങൾ നമ്മൾ നട്ടു വളർത്തുമ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക? നിറയെ മാങ്ങ ഉണ്ടാകണം, വേഗം കായ്ക്കണം, ആ കായ്ക്കുന്ന മാങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടാകണം, കീടങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ ആയിരിക്കും അല്ലെ? ഒരു മാവിൻ തൈ നട്ടു വളർത്തുമ്പോൾ നമ്മൾ എന്തെല്ലാം പ്രതീക്ഷിക്കും? നിറയെ മാങ്ങ ഉണ്ടാവണം, മാവിൽ വേഗം കായ്ക്കണം, നല്ല മധുരമുള്ള മാങ്ങയായിരിക്കണം, കീടങ്ങൾ ഉണ്ടാവാൻ പാടില്ല, കീടങ്ങളെ പ്രതിരോധിക്കണം. ഈ 4 കാര്യങ്ങൾ നമ്മൾ എന്തായാലും എന്ത് ചെയ്യും? ആഗ്രഹിക്കുന്നുണ്ടാവും, പ്രതീക്ഷിക്കുന്നുണ്ടാവും. എന്തൊക്കെയാണ്? ധാരാളം മാങ്ങ ഉണ്ടാവണം, വേഗം കായ്ക്കണം, നല്ല മധുരമുള്ള മാങ്ങ ഉണ്ടാവണം, നല്ല ഗുണനിലവാരം ഉണ്ടായിരിക്കണം, നല്ല വിളവ് ലഭിക്കണം. ഇതൊക്കെയായിരിക്കും നമ്മുടെ പ്രതീക്ഷകൾ. അപ്പോൾ നല്ലൊരു മാവ് എങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാം? അല്ല എങ്കിൽ ഏത് വൃക്ഷമോ ചെടിയോ എന്തോ ആയിക്കോട്ടെ, എങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാം എന്നതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. വിളയിക്കാം നൂറുമേനി. നമ്മൾ ഇത് കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ 100 മേനി നമുക്ക് വിളയിക്കാനായിട്ട് കഴിയും. ഇതൊരു ചെടിയാണ്, ചെടിയിൽ കായ് ഉണ്ടായിട്ടുണ്ട്, അതാണ് ഫലം എന്ന് പറയുന്നത്. ആ ഫലത്തിൽ നിന്നാണ് എന്ത് കിട്ടുക? വിത്ത് കിട്ടുക. അപ്പൊ വിത്ത് എവിടെയാണ് ഉണ്ടാകുന്നത്? വിത്ത് എന്തിനുള്ളിലാണ്? ഫലങ്ങൾക്കുള്ളിലാണ് ഉണ്ടാവുന്നത്. ഫലങ്ങളോ പൂക്കളിൽ നിന്നാണ് ഉണ്ടാവുന്ന. പൂക്കൾ എന്തായിട്ട് മാറും? ചെടിയിലെ പൂക്കൾ ഫലമായിട്ട് മാറും. ഫലത്തിൽ നിന്ന് എന്തുണ്ടാവും? വിത്ത് ഉണ്ടാവും. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇവിടെ 2 ചെടികൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ ചെടികളിൽ ഏതാണ് നിങ്ങൾ വിത്തിനായിട്ട് സെലക്ട് ചെയ്യുക, തിരഞ്ഞെടുക്കുക? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിൽ ഏത് ചെടിയാണ് വിത്തിനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുക? ഒന്നാമത്തേതാണോ രണ്ടാമത്തേതാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇതിന് ആൻസർ അറിയണ്ടേ? അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നേരെ താഴേക്ക് പോകാം. ഇവിടെ നമ്മൾ പഠിച്ചു തുടങ്ങുവാണ്. ഇത് മുതൽ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വിത്ത് എടുക്കുന്ന ചെടി, വിത്തിനായി തിരഞ്ഞെടുക്കുന്ന ഫലം, തിരഞ്ഞെടുക്കുന്ന വിത്ത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് നോക്കേണ്ടത് വിത്തെടുക്കുന്ന ചെടി എങ്ങനെയുള്ളതായിരിക്കണം? വിത്തെടുക്കുന്ന ചെടി എങ്ങനെയുള്ളതായിരിക്കണം? കായ്ഫലം കുറവുള്ളത് വേണോ, കായ്ഫലം കൂടുതലുള്ളത് വേണോ? ഇവിടെ 2 ചെടി നിങ്ങൾ കണ്ടല്ലോ, കായ്ഫലം കൂടുതലുണ്ട്, കായ്ഫലം കുറവുണ്ട്. ഇതിൽ ഏതായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുക? കായ്ഫലം കൂടുതലുള്ളത്. ഇവിടെ അതുപോലെ തന്നെ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യാനുള്ളത്? വിത്തെടുക്കുന്ന ചെടി എങ്ങനെയുള്ളതായിരിക്കണം? കായ്ഫലം കൂടുതലുള്ളതായിരിക്കണം. ഇനി എന്തായിരിക്കണം? ആരോഗ്യമുള്ള ചെടിയായിരിക്കണം. ആരോഗ്യമുള്ള ചെടി. കായ്ഫലം കുറവുള്ളത് എടുക്കാനായിട്ട് പറ്റത്തില്ല. കായ്ഫലം കുറവുള്ളത് വേണ്ട. രോഗബാധയുള്ളത് വേണ്ട. വളർച്ച മുരടിച്ചത് വേണ്ട. ഏതൊക്കെ മതി? കായ്ഫലം കൂടുതലുള്ളത്. രണ്ടാമത്തേതോ ആരോഗ്യമുള്ള ചെടി. അപ്പൊ വിത്തെടുക്കുന്ന ചെടി എങ്ങനെയുള്ളതായിരിക്കണം? കായ്ഫലം
കൂടുതലുള്ളതായിരിക്കണം. കായ്ഫലം കൂടുതലുള്ളത് ആരോഗ്യമുള്ള ചെടിയായിരിക്കണം. കായ്ഫലം കൂടുതലുള്ളതും ആരോഗ്യമുള്ള ചെടി. വിത്തിനായി തിരഞ്ഞെടുക്കുന്ന ഫലം. ഇനി ഫലം എങ്ങനെയുള്ളതായിരിക്കണം? ആദ്യം ഉണ്ടായ ഫലം, അവസാന കാലത്തുണ്ടായ ഫലം, മധ്യകാലത്തുണ്ടായ ഫലം, മൂപ്പെത്തിയത്, മൂപ്പെത്താത്തത്. ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഓണം എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വിത്തിനായി തിരഞ്ഞെടുക്കുന്ന ഫലം ഏതാണ്? ഇത് മൂന്നിലും ഏതായിരിക്കും? ആദ്യം ഉണ്ടാകുന്നതാണോ, അവസാനം ഉണ്ടാകുന്നതാണോ, മധ്യകാലത്ത് ഉണ്ടാകുന്നതാണോ? പറഞ്ഞേ. മധ്യകാലത്തുണ്ടാകുന്ന ഫലമാണ് വേണ്ടത്. ഏതാ വേണ്ടത്? മധ്യകാലത്തുണ്ടാകുന്ന ഫലം. ഇനി മൂപ്പെത്തിയതാണോ മൂപ്പെത്താത്തതാണോ? ഒരു ഫലം ഉണ്ടായ ഉടനെ നമുക്ക് വിത്ത് കിട്ടോ? അത് മൂപ്പെത്താത്തതാണ്. അതിന് വിത്ത് ഉണ്ടാവത്തില്ല. മൂപ്പെത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നല്ല വിത്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത്. മധ്യകാലത്തുണ്ടായ ഫലവും മൂപ്പെത്തിയ ഫലമാണ് വിത്തിനായി തിരഞ്ഞെടുക്കേണ്ടത്. ഇനി തിരഞ്ഞെടുക്കുന്ന വിത്ത്, നമ്മൾ ചെടിയുടെ കാര്യം പറഞ്ഞു, കായ്ഫലം കൂടുതലുള്ളതായിരിക്കണം, ആരോഗ്യമുള്ളതായിരിക്കണം. ഫലത്തെക്കുറിച്ച് പറഞ്ഞു, മധ്യകാലത്തുണ്ടായ ഫലമായിരിക്കണം, മൂപ്പെത്തിയ ഫലമായിരിക്കണം. വിത്തിനെ കുറിച്ചാണ് അടുത്ത് പറയാൻ പോകുന്നത്. സ്വാഭാവികമായ ആകൃതിയുള്ളത് വേണമോ, സ്വാഭാവികമായ ഭാരമുള്ളത് വേണമോ, പുറന്തോടിൽ കേടുള്ളത് വേണമോ, ഭാരം കുറഞ്ഞത് വേണമോ, സ്വാഭാവിക വലിപ്പമുള്ളത് വേണമോ? സ്വാഭാവികമായ ആകൃതിയുള്ളത്, നോർമൽ ആയിട്ടുള്ള ആകൃതിയുള്ളതാണ് വേണ്ടത്. ഇനി വിത്തിന് സ്വാഭാവികമായിട്ടുള്ള ഭാരം വേണം. പുറന്തോടിൽ കേടുള്ളത് എടുക്കോ? ഇല്ല. ഭാരം കുറഞ്ഞത് ഇല്ല. സ്വാഭാവിക വലിപ്പമുള്ളത് എടുക്കും. അപ്പോൾ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്വാഭാവികമായിട്ടുള്ള ആകൃതി, ഭാരം, വലിപ്പം ഉണ്ടായിരിക്കണം. വിത്തിന് എന്തൊക്കെ വേണം? ആകൃതി, ഭാരം, വലിപ്പം. അപ്പൊ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായ ആകൃതി വേണം, ഭാരം വേണം, വലിപ്പം വേണം. അപ്പൊ ഇതിൽ നമ്മൾ വിത്തെടുക്കുന്ന ചെടി എങ്ങനെയുള്ളതായിരിക്കണം, വിത്തെടുക്കുന്ന ഫലം എങ്ങനെയുള്ളതായിരിക്കണം, വിത്ത് എങ്ങനെയുള്ളതായിരിക്കണം, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. വിത്തെടുക്കുന്ന ചെടി കാണാതെ പറഞ്ഞേ. കായ്ഫലം കൂടുതലുള്ളതായിരിക്കണം, ആരോഗ്യമുള്ള ചെടിയായിരിക്കണം. വിത്തിനായി തിരഞ്ഞെടുക്കുന്ന ഫലം എങ്ങനെയുള്ളതായിരിക്കണം? മധ്യകാലത്തുണ്ടായ ഫലമായിരിക്കണം, മൂപ്പെത്തിയ ഫലമായിരിക്കണം. വിത്ത് എങ്ങനെയുള്ളതായിരിക്കണം? സ്വാഭാവികമായ ആകൃതിയുള്ളത്, ഭാരമുള്ളത്, സ്വാഭാവികമായ വലിപ്പമുള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ നല്ല വിളവ് ലഭിക്കാൻ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം. നല്ല വിളവ് വേണമെങ്കിൽ, 100 മേനി വേണമെങ്കിൽ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം. വിത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ വിത്തെടുക്കുന്ന ഫലം, ചെടി എന്നിവ ഗുണമേന്മയുള്ളതായിരിക്കണം. വിത്ത് ഗുണമുള്ളതായിരിക്കണമെങ്കിൽ വിത്തെടുക്കുന്ന ചെടിയും അതിന്റെ ഫലവും ഗുണമേന്മ വേണം. ഓക്കെ, വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, വിത്തെടുക്കുന്ന ചെടി നല്ലതായിരിക്കണം, ആ ചെടിയിൽ നിന്ന് എടുക്കുന്ന ഫലവും ഗുണമുള്ളതായിരിക്കണം. എന്നാൽ മാത്രമേ വിത്ത് ഈ പറഞ്ഞ രീതിയിൽ കിട്ടത്തുള്ളൂ. സ്വാഭാവികമായ ആകൃതി, ഭാരം, വലിപ്പത്തിൽ കിട്ടുകയുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ തെറ്റാതെ എഴുതില്ലേ? എഴുതുമല്ലോ? ആർക്ക് സംശയമില്ലല്ലോ? ഇല്ല. ഇവിടെ നോക്കിയേ, കുറച്ച് ചെടികൾ നമ്മൾ കാണുന്നില്ലേ? കറിവേപ്പ്, ഇഞ്ചി, ഇലമുളച്ചി, കുരുമുളക്. നമ്മൾ എങ്ങനെയുള്ള വിത്ത് സെലക്ട് ചെയ്യണം എന്നാ പഠിച്ചിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നോക്കിയപ്പോ കറിവേപ്പുണ്ട്, ഇഞ്ചിയുണ്ട്, ഇലമുളച്ചിയുണ്ട്, കുരുമുളകുണ്ട്. ഇവ വിത്ത് മുളച്ചാണ് ഉണ്ടാവുന്നത്? ഇഞ്ചിയൊക്കെ വിത്തിട്ടിട്ടാണോ ഉണ്ടാവുന്നേ? കുരുമുളക് നമ്മൾ ഉപയോഗിക്കുന്ന കുരുമുളക് വിത്തായിട്ടിട്ടാണോ ഉണ്ടാവുന്നേ? ഇല്ല. അപ്പൊ വിത്ത് കൊണ്ട് മാത്രമല്ല നമുക്ക് ചെടി ഉണ്ടാവുന്നത്. ഈ കറിവേപ്പ് എങ്ങനെയാ ചെടിയായിട്ട് മാറുന്നത്? കറിവേപ്പ് വിത്ത് ഉപയോഗിക്കും. കറിവേപ്പിന്റെ വേരിൽ നിന്ന് പുതിയ ചെടികൾ മുളച്ചു വരും. ഇവിടെ നോക്കി, കറിവേപ്പ് കണ്ടോ? ഇതിന്റെ താഴെ ചെറിയ ചെറിയ ചെടികൾ മുളച്ചു വരുന്നുണ്ടോ? ഇതെന്താണെന്ന് അറിയാവോ? ഈ കറിവേപ്പിന് താഴോട്ട് പോകുന്ന വേരില്ലേ, ഈ വേരിൽ നിന്ന് എന്ത് ചെയ്യുന്ന അറിയാവോ? പുതിയ തൈകൾ അങ്ങ് പൊട്ടി മുളച്ചു വരും. അതാണ് ഈ കാണുന്ന ചെറിയ ചെറിയ കുഞ്ഞു തൈകൾ. അപ്പോ ഈ കറിവേപ്പിൽ വിത്തും ഉണ്ടാവും. നല്ല മരമാകുമ്പോൾ കറിവേപ്പിൽ വിത്തും ഉണ്ടാവും. ആ വിത്ത് നട്ടാലും നമുക്ക് കറിവേപ്പ് പ്ലാന്റ് കിട്ടും, കറിവേപ്പിന്റെ ചെടി കിട്ടും. ഇനി അതിന്റെ വേരിൽ നിന്ന് എന്ത് ചെയ്യും? പുതിയ ചെടികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ കറിവേപ്പ് എന്തിൽ നിന്നൊക്കെയാണ് വിത്ത് ഉണ്ടാവുന്നത്? എന്തിൽ നിന്നൊക്കെ പുതിയ ചെടികൾ ഉണ്ടാക്കാം? പുതിയ സസ്യങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കാം? വിത്തിൽ നിന്നും ഉണ്ടാക്കാം,
വിത്തിൽ നിന്നും ഉണ്ടാക്കാം. പിന്നെ എന്താ? വേര്, വേരിൽ നിന്നും ഉണ്ടാക്കാം. വിത്തും വേരും, വിത്ത് വേര്. ഓക്കെ. ഇനി ഇഞ്ചി. ഇഞ്ചി എങ്ങനെയാ? ഇഞ്ചി ഉണ്ടാവുന്നത് ഭൂകാണ്ഡത്തിൽ നിന്നാണ് കേട്ടോ. ഇഞ്ചി ഉണ്ടാവുന്നത് ഭൂകാണ്ഡം. ഇഞ്ചി ഉണ്ടാവുന്ന അതിനകത്തുള്ള കിഴങ്ങില്ലേ, നമ്മുടെ ചെടിയുടെ മണ്ണിനടിയിൽ ഉണ്ടാവുന്ന കിഴങ്ങ് കണ്ടിട്ടില്ലേ? അതെ, അതുപോലുള്ള ഭൂകാണ്ഡത്തിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? ഭൂകാണ്ഡത്തിൽ നിന്നാണ് നമുക്ക് ഇഞ്ചി ഉണ്ടാവുന്നത്. ആ ഭൂകാണ്ഡം ഈ കാണുന്നില്ലേ, ഇതിന് നമ്മൾ അങ്ങ് നട്ടാൽ മതി. അതിൽ നിന്ന് എന്താ ഉണ്ടാവും? കണ്ടോ, ചെടി ഉണ്ടാവുന്നുണ്ടോ? ഇതാണ് ഭൂകാണ്ഡം. ഇനി ഇലമുളച്ചി. ഇലമുളച്ചി കണ്ടോ, പുതിയ ചെടി ഉണ്ടാവുന്നുണ്ടോ? ഇലമുളച്ചി. ഇലയിൽ നിന്ന്. ഇലമുളച്ചി എന്ന് പറഞ്ഞാൽ എന്തിൽ നിന്നാ? ഇലയിൽ നിന്ന്. ഇലമുളച്ചി ഇലയിൽ നിന്ന്. ഇനി കുരുമുളക്. കുരുമുളക് കണ്ടോ, ഒരു തണ്ട് ഇങ്ങനെ ഊന്നി വെച്ചതാ. കണ്ടോ, തണ്ട് ഊന്നി വെച്ചതാ. ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പുതിയ സസ്യം, പുതിയ മുള പൊട്ടുന്നു. കണ്ടോ? അപ്പോ കുരുമുളക് എന്തിൽ നിന്നാണ്? തണ്ടിൽ നിന്നാണ്. കുരുമുളക് എന്തിൽ നിന്നുമാണ്? തണ്ടിൽ നിന്നുമാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? കറിവേപ്പ് ഈ വേരിൽ നിന്നുണ്ടോ, മണ്ണിലെ വേരിൽ നിന്നും ഉണ്ടാവും, വലിയ മരമായിട്ട് വിത്തിൽ നിന്നും ഉണ്ടാവും. ഇഞ്ചി ഇതുപോലെ കിഴങ്ങ് ഭൂകാണ്ഡത്തിൽ നിന്നുണ്ടാവുന്നത്. ഇലമുളച്ചി ഇലയിൽ നിന്ന്. കുരുമുളക് തണ്ടിൽ നിന്ന്. വിത്തിൽ നിന്ന് മാത്രമല്ല ചെടി ഉണ്ടാവുന്നത്. വേരിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാവും, ഭൂകാണ്ഡത്തിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാവും, ഇലയിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാവും, കുരുമുളകിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാവും. എന്നാൽ എല്ലാം അങ്ങനെയാണോ? അല്ല. ഓരോ ചെടിക്കും ചിലപ്പോൾ വിത്തായിരിക്കാം, ചിലപ്പോൾ വേരായിരിക്കാം, ചിലപ്പോൾ ഇലയായിരിക്കാം, ചിലപ്പോൾ തണ്ടായിരിക്കാം, ഭൂകാണ്ഡമായിരിക്കാം. ഓരോ ചെടികൾക്കും വ്യത്യസ്തമാണ്. ഇനി നമുക്ക് അതെങ്ങനെയാണ് എന്ന് പഠിക്കാം. കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും. ഒരു സസ്യത്തിന്റെ കായിക ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? കായിക ഭാഗങ്ങൾ എന്ന് പറഞ്ഞാല് വേര്, വിത്ത് പോയിട്ട് ബാക്കിയല്ല, തണ്ട്, ഇല, ഭൂകാണ്ഡം. ഇതാണ് കായിക ഭാഗങ്ങൾ. ഒരു സസ്യത്തിന്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം. അപ്പൊ കായികം അതിൽ തന്നെ ഉണ്ട്. കായിക ഭാഗങ്ങൾ ഏതൊക്കെയാണ്? കായിക ഭാഗങ്ങൾ വിത്ത് പോയിട്ട് ബാക്കിയെല്ലാം വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം. ഇതിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാവുന്നതാണ് കായിക പ്രജനനം. ഇത് അലൈംഗിക പ്രത്യുൽപാദനമാണ്. ഇതിന് നമുക്ക് മറ്റൊരു പേരും പറയാം, അലൈംഗിക പ്രത്യുൽപാദനം. ലൈംഗികമല്ലാത്തത് അലൈംഗിക പ്രത്യുൽപാദനം. ഇനി വിത്തുകളിലൂടെ ഉണ്ടാവുകയാണെങ്കിൽ അതെന്ത് പറയും? ലൈംഗിക പ്രത്യുൽപാദനം. വിത്ത് മുളച്ച് തൈ ഉണ്ടാവുന്നത് ലൈംഗിക പ്രത്യുൽപാദനം. വിത്ത് പോയിട്ട് മറ്റ് കായിക ഭാഗങ്ങൾ, വിത്തല്ലാത്ത കായിക ഭാഗങ്ങൾ, അതിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാവുന്നത് അലൈംഗിക പ്രത്യുൽപാദനം അല്ലെങ്കിൽ കായിക പ്രജനനം. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും ക്ലിയർ ആണോ? മനസ്സിലായോ? യെസ്, മനസ്സിലായി. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ എഴുതി നോക്കാം. വേരിൽ നിന്ന് എന്തൊക്കെയാണ് കായിക പ്രജനനം എന്ന് പറയുന്നത്? വേര്, കാണ്ഡം, ഇല, ഭൂകാണ്ഡം. അപ്പൊ കായിക പ്രജനനത്തിൽ ഏതൊക്കെ വരും? ശീമപ്ലാവ് ഇവിടെ എഴുതിയിട്ട് നമുക്ക് വേറെ എന്തൊക്കെ എഴുതിയാം? വേരിൽ നിന്നുണ്ടാവുന്നതാണ് മധുരക്കിഴങ്ങ്. അറിയാവോ മധുരക്കിഴങ്ങ്? മധുരക്കിഴങ്ങ് നമ്മുടെ വേരിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഡാലിയ അറിയാവോ? ഡാലിയ വേരിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ക്യാരറ്റും വേരിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ മധുരക്കിഴങ്ങ്, ഡാലിയ, ക്യാരറ്റ് ഇതെല്ലാം എന്തിൽ നിന്നുണ്ടാവുന്നതാ? വേരിൽ നിന്നുണ്ടാവുന്നതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഇനി കാണ്ഡം, അതായത് തണ്ടാണേ. കാണ്ഡം എന്ന് പറഞ്ഞ തണ്ട്. അത് ഏതൊക്കെ? മുരിങ്ങ ഉണ്ടാവും, റോസ കമ്പല്ലേ നമ്മൾ വയ്ക്കുക, റോസ. ചെമ്പരത്തിയുടെ കമ്പല്ലേ നമ്മൾ വയ്ക്കുക, ചെമ്പരത്തി. ഇനി കരിമ്പിന്റെ എന്താ വയ്ക്കുക? കമ്പാണ് വയ്ക്കുക. ഓക്കെ, ഇപ്പൊ കമ്പ് മുളച്ചുണ്ടാവുന്ന ചെടി നമ്മൾ ബോഗേൻ വില്ല, അതൊക്കെ നമുക്ക് എഴുതാം കേട്ടോ. ഇനി ഇല ഏതൊക്കെ വരുന്നുണ്ട്? ബിഗോണിയ, ഇലമുളച്ചി, അതുപോലെ ബിഗോണിയ വരുന്നുണ്ട്. ബിഗോണിയ. പിന്നെ ഏത് വരും? ഫിക്കസ് ഇല മുളച്ചാണ് കേട്ടോ ഉണ്ടാവുന്നത്.
ആഫ്രിക്കൻ വയലറ്റ്. ആഫ്രിക്കൻ വയലറ്റ് ഇല മുളച്ചാണ് ഉണ്ടാവുന്നത്. ആഫ്രിക്കൻ വയലറ്റ്. ഓക്കെ. ഭൂകാണ്ഡം ഇത് എളുപ്പമാ. കാച്ചിലുണ്ട്, ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്, കാച്ചിൽ എഴുതാം, മരിച്ചീനി എഴുതാം, ഇതൊക്കെ നമുക്ക് എഴുതാം. വിത്തുണ്ടാവുന്നത് മുരിങ്ങയുണ്ട്, പിന്നെ എന്തൊക്കെയാ? മാവ്, പ്ലാവ്, ഇതൊക്കെ നമുക്ക് എഴുതാം. മാവ്, പ്ലാവ്, പയർ, വിത്ത് മുളച്ചുണ്ടാവുന്നത്. കായിക പ്രജനന ഭാഗങ്ങളായ വേര്, കാണ്ഡം, ഇല, ഭൂകാണ്ഡം. ഇതിൽ നിന്നുണ്ടാവുന്ന എക്സാമ്പിൾ മനസ്സിലായോ? ലൈംഗിക പ്രത്യുൽപാദനം വിത്തിൽ നിന്നുണ്ടാവുന്നതിന് എക്സാമ്പിൾ മനസ്സിലായോ? ഇതെപ്പോഴും ഈ ഒരു ടേബിൾ തന്നിട്ട് ഇവിടെ ഇങ്ങനെ വരയിട്ടിരിക്കും. ഈ ലൈംഗിക പ്രത്യുൽപാദനം തന്നിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾ കായിക പ്രജനനം എഴുതണം. ഇവിടെ ഇതുപോലെ ചില ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ടാവില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യാൻ ചോദിക്കും. ചിലതൊക്കെ നൽകിയിരിക്കും, ചിലതൊന്നും ഇതിൽ പൂർത്തിയാക്കിയിട്ടുണ്ടാവില്ല. പൂർത്തിയാക്കാൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ നല്ലതുപോലെ ഇതിന്റെ ഹെഡിങ് നല്ലതുപോലെ പഠിക്കുക. ഇതിൽ നിന്നൊരു 3 എക്സാമ്പിൾ എങ്കിലും പഠിച്ചിട്ട് പോവുക ഓരോന്നിൽ നിന്നും. ഓക്കെ. കിഡ്സേരിയ ഓൺലൈൻ ഇപ്പോൾ നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് പറയാം. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. LKG UKG കുട്ടികൾക്ക്, സ്കൂളിൽ പോകാത്ത കുട്ടികൾക്ക് റെഗുലർ ക്ലാസ്സസും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ട്യൂഷനും നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് ആൻഡ് മലയാളം എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഇംഗ്ലീഷ് ആൻഡ് മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സസ്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിക്കാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. മറ്റുള്ള ക്ലാസ്സുകളെല്ലാം വെക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക.